ദ മാജിക് നോവലിലേക്ക് ഏവർക്കും സ്വാഗതം. കമല ഗോവിന്ദൻ്റെ തുമ്പപ്പൂവ് പാർട്ട് 3. ശ്രീകുട്ടി അടുക്കളയിൽ തന്നെ നിന്നു. അമ്മയായിരുന്നു വെയ്പ്പും പണിയുമൊക്കെ. ശ്രീകുട്ടി സഹായിച്ചിട്ടേ ഉള്ളൂ. ആദ്യമായി അടുക്കള ചുമതല ഏൽക്കുകയാണ്. അവൾ വല്ലാതെ പകച്ചുപോയി. അയൽക്കാർ സഹായിച്ചു. ആദ്യ ദിവസങ്ങളിൽ ഏലമ്മ സ്വന്തം അമ്മയെപ്പോലെ അവൾക്ക് ഓരോന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ഏതാണ്ടൊക്കെ ഒരു ഊഹമുണ്ട്. തന്നെ ചെയ്യാമെന്നായി. ചോറും 1-2 കൂട്ടാനും അവൾ തയ്യാറാക്കി വിളമ്പി മേശമേൽ വെച്ചു. മുഖവും കണ്ണുകളും നന്നായി അമർത്തി തുടച്ചു. എന്നിട്ടും സംശയം തീരാഞ്ഞ് ശ്രീകുട്ടി മുഖം ഒന്ന് കഴുകി തുടച്ചു. മെല്ലെ ചെന്നു. ജയശങ്കർ തട്ടിന്മേലേക്ക് നോക്കി വെറുതെ കിടക്കുന്നു. വല്യേട്ടാ, അവ ശബ്ദം ഒട്ടും പതറാതിരിക്കാൻ ശ്രദ്ധിച്ചു വിളിച്ചു. ഊണ് വിളമ്പി. ശ്രീകുട്ടി മെല്ലെ ജയക്കുട്ടൻ്റെ മുറിയിലെത്തി. ജനാൽക്കയിലൂടെ അകലേക്ക് നോക്കി നിൽക്കുകയാണ് ജയക്കുട്ടൻ. കുഞ്ഞേട്ടാ, ഊണ് വിളമ്പി, വന്നോളൂ. ജയക്കുട്ടൻ ഞെട്ടിത്തിരിഞ്ഞു. ശ്രീകുട്ടി പിന്മാറി. കണ്ണുകൾ തുളുമ്പുന്നു. ശബ്ദത്തിലും കണ്ണീര് കലർന്ന് തൊണ്ടയിൽ കുരുങ്ങിയോ. ശ്രീകുട്ടി ഓടി അടുക്കളയിലെത്തി. ഒരിക്കൽ കൂടി മുഖം കഴുകി നന്നായി തുടച്ചു. പുറത്തെ ഇരുട്ടിലേക്ക് ഓടിയിറങ്ങി മതിയാവോളം കരയാൻ ശ്രീകുട്ടി കൊതിച്ചു. ചേട്ടന്മാർ ഉണ്ണാനെത്തി. ശ്രീകുട്ടി അടുത്തെത്തി കറിയും വെള്ളവും ഒക്കെ നീക്കി വെച്ചു. ജയശങ്കറും ജയക്കുട്ടനും പരസ്പരം നോക്കി. ഇരുവരുടെയും മുഖം മങ്ങിയിരുന്നു. വിശപ്പ് കെട്ടിയിരുന്നു. അടുത്ത് നിൽക്കുന്ന അനുജത്തെ ഇരുവരും ഓട്ടക്കണ്ണിട്ട് നോക്കി. ഭാഗ്യത്തിന്റെ കൊടുമുടിയിലേക്ക് ഉയരുന്നത് അഭിമാനത്തോടെ നോക്കി നിൽക്കെ ഇതാ നേരെ കീഴ്പോട്ട് പാതാളത്തിലേക്ക് തലകുത്തനെ. ശ്രീകുട്ടി, ശബ്ദം നേരെയാക്കാനായി ഒന്ന് ചുമച്ച് ജയശങ്കർ വിളിച്ചു. എൻ്റെ ഈശ്വര, അത് പറയാനാണോ? ശ്രീകുട്ടി ഭയത്തോടെ നോക്കി. ആ, നീ കൂടി ഇരിക്കൂ, നമുക്ക് ഒരുമിച്ചുണ്ണാം. ശ്രീകുട്ടി ഭയന്ന കാര്യം തന്നെ പറയാനായിരുന്നു ജയശങ്കർ ആരംഭിച്ചത്. പറഞ്ഞത് പക്ഷേ ഇങ്ങനെയും. ജയക്കുട്ടൻ ചേട്ടനെ നോക്കി. ഞാൻ കഴിക്കാൻ വല്യേട്ടാ, ഒന്ന് മേൽ കഴുകണം, എന്നിട്ടേ ഉള്ളൂ. ശ്രീകുട്ടി ഒരു കള്ളം പറഞ്ഞു. കള്ളമാണെന്ന് അറിയാമെങ്കിലും അത് നന്നായി എന്ന് ജയശങ്കറിനും തോന്നി. കാരണം അവൾ ഉണ്ണാൻ അടുത്തിരുന്നാൽ ഒരു പറ്റുപോലും തനിക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് സങ്കടമാണ് ഹൃദയത്തിൽ തെങ്ങി നിൽക്കുന്നത്. അത് ശ്രീകുട്ടിക്കും മനസ്സിലായി. അവൾ പതിയെ അടുക്കളയിലേക്ക് പിൻവലിഞ്ഞു. ജയശങ്കർ ജയക്കുട്ടനെ നോക്കി. പിന്നെ നിറമിഴികൾ പുറം കൈക്ക് തുടച്ച് മെല്ലെ എഴുന്നേറ്റ് കൈ കഴുകി. ഒരു വറ്റുപോലും ഇറങ്ങിയില്ല. ഒന്നുപോലും. നെഞ്ചിൽ വിലങ്ങുകയാണ്. ജയക്കുട്ടനും എണീറ്റു. ഒരു ഉരുള പോലും ഉരുട്ടാൻ കഴിയുന്നില്ല. ഇരുവരും മുറികളിൽ കയറി കിടന്നു. ദിവസങ്ങൾ ഒച്ചിൻ്റെ വേഗത്തിൽ എഴഞ്ഞു നീങ്ങി. 1 മാസമായി, 2 മാസമായി. ജനാർദ്ദനൻ സാറിൻ്റെയും ജാനകിയെയും കൊന്നവരെയും ആഭരണ കവർച്ച നടത്തിയവരെയും കുറിച്ച് ഒരു വിവരവുമില്ല. ഒരു സൂചന പോലും ലഭിച്ചിട്ടില്ല. തെളിയിക്കപ്പെടാത്ത കേസിൻ്റെ കൂടെ തള്ളാൻ പറ്റിയ ഒരു കേസ്. ആസൂത്രിതമായൊരു കവർച്ച. ചേട്ടന്മാർ ഇരുവരും എല്ലാ ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് എന്നവൾ അറിഞ്ഞു. തൻ്റെ ജാതക ഫലത്തിൽ നിന്ന് രക്ഷ നേടാനാണ് എന്നും അവൾ മനസ്സിലാക്കി. ആയുസ്സിനായി പ്രാർത്ഥിക്കേണ്ടത് പരമശിവന്റെ അമ്പലത്തിലാണെന്ന് അവൾക്കറിയാം. അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള അറിവ്. ഭക്ത മാർക്കണ്ഡേയന് ആയുസ് നൽകിയ പരമേശ്വരനല്ലാതെ മറ്റാർക്കാണ് ജീവൻ നിലനിർത്താനുള്ള വരം ദാനം നൽകാൻ കഴിയുക? ചേട്ടന്മാർ പോകുന്ന അമ്പലം ശിവക്ഷേത്രമാണെന്ന് അവൾ ഊഹിച്ചു. അവരുടെ ആയുസ്സിനായി പ്രാർത്ഥിക്കേണ്ടത് തൻ്റെയും ചുമതലയാണ്. ശ്രീകുട്ടിയും പരമശിവനെ തൊഴുതു പ്രാർത്ഥിച്ചു. ചേട്ടന്മാർ കരുതി അനിയത്തെ അറിയില്ലെന്നും അനുജത്തി കരുതി ചേട്ടന്മാർ അറിയില്ലെന്നും. പക്ഷെ ഇരു കൂട്ടരും ഒരു ദിവസം ക്ഷേത്രത്തിൽ കണ്ടുമുട്ടി, പരസ്പരം അറിയാതെ. അച്ഛൻ്റെ അമ്മയുടെ ആത്മാവിനായി ഒരു നമസ്കാരം കഴിക്കാമെന്ന് വെച്ചു. ചേട്ടൻ്റെ പരുങ്ങൽ മനസ്സിലാക്കിയ ജയക്കുട്ടൻ അനുജത്തെ അറിയിച്ചു. ഇരുവരും ജോലിസ്ഥലത്തേക്ക് തിരിക്കും വഴിയായിരുന്നു എന്നും ദർശനം. അവരിരുവരും തൊഴുതു പോയി കഴിയാനുള്ള സമയം കഴിഞ്ഞ് ശ്രീകുട്ടി എന്നും ഇറങ്ങിയിരുന്നുള്ളൂ. ഇന്ന് പക്ഷെ വൈകിയത് ചേട്ടന്മാരാണ്. ക്ഷേത്രത്തിലെത്തും മുമ്പ് ദല്ലാൽ രാഘവനെ കണ്ടുമുട്ടി. വിവാഹ ദല്ലാൽ ഇരുവരെയും അയാളുടെ അടുത്ത് ഇത്തിരി സമയം കളഞ്ഞു. ശ്രീകുട്ടിക്ക് വേണ്ടി നല്ലൊരു പയ്യനെക്കുറിച്ചുള്ള വിവരം ശേഖരിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ക്ഷേത്രത്തിലെത്തിയതും ശ്രീകുട്ടിയുടെ മുമ്പിലെത്തിയതും. തുമ്പ് കെട്ടിയിട്ട നനവാർന്ന മുടിയും ഹാഫ് സാരി ധരിച്ച അവളുടെ അശ്രദ്ധമായ വേഷവും അണിഞ്ഞൊരുങ്ങാത്ത വേദനയൂറിയ മുഖവും ചേട്ടന്മാർ ശ്രദ്ധിച്ചു. അണിഞ്ഞൊരുങ്ങി വർണ്ണത്തുമ്പിയെപ്പോലെ പാറിപ്പറന്നേ അവൾ നടന്നിട്ടുള്ളൂ. ഇപ്പോഴത്തെ ഈ കോലം നിറമെഴി തുമ്പുയർത്തി ചേട്ടന്മാരുടെ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ശ്രീകുട്ടിയും കള്ളം പറഞ്ഞു. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, എല്ലാ വെള്ളിയാഴ്ചയും ക്ഷേത്രത്തിൽ തൊഴുമായിരുന്നു അമ്മ. ഓർത്തപ്പോൾ പോന്നു.
കവിഞ്ഞൊഴുകുന്ന കണ്ണുകൾ, അസഹ്യമാർന്ന നൊമ്പരം, അമർത്തിക്കടിക്കുന്ന അതരങ്ങൾ. വിശ്വസിച്ചുവോ? അവൾ ഒന്ന് ശങ്കിച്ചു. കണ്ണീർ പൊട്ടിയ കണ്ണുകൾ മെല്ലെ അടഞ്ഞപ്പോൾ ശ്രീകുട്ടിയുടെ കണ്ണുകൾക്ക് മുമ്പിൽ കറുത്ത ആ ശിലാവിഗ്രഹം തെളിഞ്ഞു. തിരുനെറ്റിമേൽ കൂവളത്തിൻ്റെ ഇല പോലെ തോന്നിക്കുന്ന വെള്ളിയിൽ തീർത്ത മുക്കണ്ണുകളും മൂക്കും തെളിഞ്ഞു. ചാർത്തപ്പെട്ട കൂവളമാലകളും ലേപനം ചെയ്തിരിക്കുന്ന ചന്ദനവും തെളിഞ്ഞു. ഭഗവാനെ, പരമേശ്വര, എൻ്റെ ജാതകദോഷം കാലപാശമായി എനിക്ക് തന്നെ തിരികെ തരണേ. മറ്റാർക്കും ഒരു ദോഷവും ഉണ്ടാകരുതേ. ശ്രീകുട്ടിയുടെ ആത്മാവിൻ്റെ ആത്മാവ് പ്രാർത്ഥനാനിരതമായി. എന്നും അവൾ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. അതെ, അപേക്ഷ ഇന്ന് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചു. പക്ഷെ അവളുടെ ചേട്ടന്മാരുടെ പ്രാർത്ഥന അങ്ങനെയായിരുന്നില്ല. ദോഷം ഇല്ലാതാക്കി തീർക്കണമേ എന്നാണ്. ആർക്കും ഒരു ദോഷം ഉണ്ടാകരുതേ എന്നും. ശ്രീകുട്ടിക്ക് മാത്രമായി ആ ആപത്ത് നീക്കി വെക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ അവർക്കാകുമോ? അച്ഛൻ്റെ അമ്മയുടെയും ദാരുണ മരണം കഴിഞ്ഞിട്ട് 3-4 മാസങ്ങൾ കടന്നുപോയി. ആ ഓർമ്മകൾ മാത്രം ബാക്കി. ഹാളിൽ അവരുടെ ഇരുവരുടെയും ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നു. അതിന്മേൽ പൂമാല ചാർത്തപ്പെട്ടു. ജയവിലാസ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് ആ ഫോട്ടോകൾ ചുവരിലിരുന്നു. ജയശങ്കറും ജയക്കുട്ടനും ശ്രീകുട്ടിക്കും വേണ്ടി വിവാഹാലോചനകൾ കൊണ്ടുവന്നു. പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ ഇരുവരും ഒരു നടുക്കുന്ന സത്യം അറിഞ്ഞു. അതീവ രഹസ്യമായി അവരിരുവരും സൂക്ഷിച്ചു. എങ്കിലും ജയസൂര്യനുമായുള്ള വിവാഹം എന്തുകൊണ്ട് മുടങ്ങിയെന്ന ശരിയായ കാരണം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നും അറിഞ്ഞുകൊണ്ട് മരണത്തിന് താലി ചാർത്താൻ ആരും തയ്യാറാവില്ലെന്നും. വിവാഹ തീയതി നിശ്ചയിച്ചു. വിവാഹ കുറിയടിച്ച് 1000-ഓളം പേരെ ക്ഷണിച്ചിരുന്നു. പന്തലിട്ട് അതിമനോഹരമായി അലങ്കരിക്കാൻ ഏർപ്പാട് ചെയ്തിരുന്നു. 3 തരം പായസങ്ങളോട് കൂടിയ ഗംഭീര സദ്യക്ക് ഓർഡർ ചെയ്തിരുന്നു. ആഭരണങ്ങളും ഡ്രസ്സുകളും വരെ എടുത്തിരുന്നല്ലോ. വിവാഹത്തിന് 10 ദിവസം മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു ആ ദാരുണ സംഭവം. ജനാർദ്ദനൻ സാറിൻ്റെയും ഭാര്യയുടെയും കൊലപാതകം. അതുകൊണ്ടാണല്ലോ നിശ്ചയിച്ച ദിവസം വിവാഹം മുടങ്ങിയതും. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ എല്ലാം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും അടുത്ത് വന്നൊരു കാര്യം നടത്തുന്നതിന് 1 വർഷത്തെ ദീക്ഷ ആചരിച്ച് കാത്തിരിക്കേണ്ടതിൻ്റെ ആവശ്യമൊന്നുമില്ല. 41 കഴിഞ്ഞാൽ വിവാഹം നടത്താവുന്നതാണ്. പക്ഷെ 4 മാസമായിട്ടും അനക്കമില്ലെന്ന് വന്നാലോ? പലർക്കും സംശയമായി. അതറിഞ്ഞേ തീരൂ. ജയശങ്കറും ജയക്കൂട്ടനും എന്തുത്തരം പറയും? സത്യം വെളിപ്പെടുത്താൻ വയ്യ. ആഭരണങ്ങൾ അപ്പാടെ നഷ്ടപ്പെട്ടതിനാൽ കുറച്ചെങ്കിലും ഉണ്ടാകും വരെ കാത്തിരിക്കാൻ ജയസൂര്യന്റെ വീട്ടുകാരോട് ആവശ്യപ്പെട്ടു എന്നും അതവർ സമ്മതിച്ചു എന്നും ആഭരണം ഉണ്ടായാൽ ഉടനെ വിവാഹം നടക്കുമെന്നും ഇരുവരും പറഞ്ഞു. ആളുകൾ അത് അപ്പാടെ അങ്ങ് വിശ്വസിക്കുമോ? ശവദാഹ കർമ്മങ്ങൾ പടിയിറങ്ങിപ്പോയ ജയസൂര്യനും കുടുംബവും പെലവിടിയിൽ നടന്നിട്ട് പോലും വന്നില്ല. പലർക്കും സംശയം, ഉത്കണ്ഠ. അതങ്ങനെ പെരുകിയപ്പോൾ ശ്രീകുട്ടിയുടെ അഭ്യുദയകാംക്ഷിയുടെ വേഷം സ്വയം ഏറ്റെടുത്ത് ചിലർ ജയസൂര്യന്റെ വീട്ടിലെത്തി. വന്നവരോട് വാസുദേവൻ സത്യം വെളിപ്പെടുത്തി. ഇത്തിരി പൊന്നിനു വേണ്ടി കണക്ക് പറഞ്ഞ് നിശ്ചയിച്ച വിവാഹം നീട്ടിവെക്കാൻ മാത്രം അധംപതിച്ചവരല്ല ഞങ്ങൾ. വാസുദേവൻ തുടർന്നു. പൊന്നും പണവും മോഹിക്കുന്നവരായിരുന്നെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ പെണ്ണെടുക്കാൻ തയ്യാറാകുമായിരുന്നില്ലല്ലോ. ലക്ഷക്കണക്കിന് രൂപയും എസ്റ്റേറ്റും കാറും ഒക്കെ ഇങ്ങോട്ട് വെച്ച് നീട്ടുന്ന പെൺവീട്ടുകാരുണ്ട്. ഞാനും എൻ്റെ മകനും ആഗ്രഹിച്ചത് പണമല്ല. ഇത്ര ആഭരണങ്ങളൊന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതുമില്ല. ഒരു നല്ല പെൺകുട്ടി, ആ പെൺകുട്ടിയെ മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നുള്ളൂ. പിന്നിപ്പോൾ എന്തുണ്ടായി? ദോഷജാതകമാണ് ആ കുട്ടിക്ക്. വാസുദേവൻ ജ്യോത്സ്യൻ പറഞ്ഞ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. ചെന്നവർക്ക് മതിയായി. അങ്ങനെയാണ് നാട്ടിൽ ആ വാർത്ത വരുന്നത്. ശ്രീകുട്ടി അപശകുനമായി. അച്ഛനും അമ്മയ്ക്കും കാലപാശവുമായി ജന്മം കൊണ്ടവൾ. ഇനിയും കയ്യിൽ ശേഷിച്ചിരിപ്പുണ്ട് കാലപാശം. ആർക്കാണാവോ ഗ്രഹപ്പഴ? വിവാഹ ദല്ലാളിൻ്റെ ചെവിയിലും വാർത്തയെത്തി. അയാൾ ജയശങ്കറിനോട് പറഞ്ഞു, ചെറുക്കൻ്റെ വീട്ടുകാരും പെൺകുട്ടിയുടെ വീട്ടുകാരും എനിക്ക് ഒരുപോലെയാണ്. അല്പസ്വല്പം കള്ളത്തരങ്ങൾ പ്രയോഗിക്കും, ആർക്കും ദോഷം വരാത്ത തരത്തിൽ. കാരണം ഇതെൻ്റെ ചോറാണല്ലോ. പക്ഷെ ഞാൻ ചതി ചെയ്യത്തില്ല, അതിന് കൂട്ടു നിൽക്കുകയുമില്ല. ഞങ്ങൾ ദോഷങ്ങളൊക്കെ തീർത്തു രാഘവേട്ടാ. ഇനി എന്താ പ്രശ്നം? ഒന്നും സംഭവിക്കില്ലെന്ന് ജ്യോത്സ്യം പറഞ്ഞു. നിങ്ങൾ ഈ വിവരം പറയാതിരുന്നാൽ മതി, ജയശങ്കർ പറഞ്ഞു. ഞാൻ പറയാതിരുന്നിട്ട് എന്താ മോനെ? ഈ നാട്ടുകാരുടെ മുഴുവൻ വായു മൂടിക്കെട്ടാൻ പറ്റുമോ? രാഘവേട്ടൻ ചോദിച്ചു. മനസാക്ഷിയുള്ള ആ മനുഷ്യന് അറിഞ്ഞുകൊണ്ട് ഒരാളെ ചതിയിൽ വീഴ്ത്താൻ കഴിയില്ല. അല്ലെങ്കിലും കുഞ്ഞെ, നിശ്ചയിച്ച വിവാഹം മാറ്റി വേറെ ആലോചിക്കുന്നത് എന്ത് എന്ന് ആര് ചോദിച്ചാലും ശരിയായ കാരണം പറയാനുള്ള ബാധ്യതയില്ലേ? രാഘവേട്ടന്റെ ചോദ്യം ശരിയാണ്. പക്ഷെ ജയശങ്കറിന് മറുപടിയില്ല. അവൻ എന്തു പറയാനാണ്? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്തിന് ഇത്രയ്ക്ക് ബഹളം വയ്ക്കുന്നു?
പെൺകുട്ടിക്ക് 19 വയസ്സല്ലേ ഉള്ളൂന്ന് രാഘവേട്ടൻ ലാഘവത്തോടെ പറഞ്ഞു. 22 വയസ്സ് വരല്ലേ പ്രശ്നമുള്ളൂ. ആ പ്രായമൊന്ന് കഴിഞ്ഞോട്ടെ. 2-3 വർഷമല്ലേ, ദാന്ന് പറയുമ്പോ കഴിയും. പെണ്ണിനന്ന് ഞാൻ തന്നെ ചെറുക്കനെ കൊണ്ടുവന്ന് തരാന്ന്. അതിനെ ഒന്ന് കണ്ടാല് ആരാ വേണ്ടാന്ന് പറയാ. അതുവരെ ക്ഷമിക്കാൻ. 22 വയസ്സ് വരെ കാത്തിരിക്കാൻ ആർക്കുണ്ട് മടി? പക്ഷെ അത് കഴിഞ്ഞ് കിട്ടാൻ താനുണ്ടാകുമോ? മരണക്കുറി തനിക്കാണെങ്കിലോ? അതാണ് ജയശങ്കറിന് ഭയം. തൻ്റെ ജാതകം ഒന്ന് ജോത്സ്യനെ കാട്ടിയാലോ? തനിക്ക് ഗ്രഹപ്പഴയോ മരണമോ അടുത്തോ എന്നറിയാം. ഓ, നോക്കിയിട്ടെന്ത് കാര്യം? അച്ഛന് 70 വയസ്സാണ് ആയുസ്സെന്ന് കേട്ടിട്ടുണ്ട്. അമ്മയ്ക്ക് 64. രണ്ടും ജാതകം പറയുന്നതാണ്. നക്ഷത്രപ്രകാരം അമ്മയ്ക്ക് ബുധദശയും അച്ഛന് വ്യാഴദശയുമാണ്. മരണം അതിൽ പറഞ്ഞിട്ടുമില്ല. എന്നിട്ട് സംഭവിച്ചതോ? മറ്റൊരാളുടെ ജാതകദോഷം ഫലിക്കാൻ സ്വന്തം ജാതകത്തിൽ ഗ്രഹപ്പഴ ഉണ്ടായിരിക്കണമെന്നുണ്ടോ? ഉണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ ശുദ്ധ ജാതകക്കാരായ അച്ഛനും അമ്മയും മരിക്കില്ലായിരുന്നു. വ്യാഴദശയിൽ മരണം എത്ര ക്രൂരമായിരുന്നു അത്! എൻ്റെ മോളുടെ വിവാഹം കഴിഞ്ഞാലൂടെ നിങ്ങൾ 2 പേരും പെണ്ണുകൊണ്ടുവരണം, അച്ഛൻ പറയുമായിരുന്നു. എനിക്കിഷ്ടം പോലെ കളിക്കണം എൻ്റെ കൊച്ചുമക്കളുമായിട്ട്. നിങ്ങളുടെ 3 പേരുടെ മക്കളുടെ അപ്പുപ്പാ വിളി. വ്യാഴദശയെന്നൊക്കെ പറഞ്ഞാൽ അതാടാ മക്കളെ. എന്നിട്ടിപ്പോൾ ആ വ്യാഴദശക്കാരൻ എവിടെ? ഇപ്പോൾ കുടുംബനാഥൻ താനാണ്. ഇനിയത്തെ ദോഷം പിന്തുടർന്നത് കുടുംബനാഥനായ തന്നെ ആണെങ്കിലോ? ആ ഭയമാണ് ശ്രീകുട്ടിയെ പെട്ടെന്ന് വിവാഹിതയാക്കാൻ പ്രേരിപ്പിച്ചത്. എന്താ മോനൊന്നും മിണ്ടാത്തത്? രാഘവേട്ടൻ ജയശങ്കറിനെ സൂക്ഷിച്ചു നോക്കി. അതുപോരെ, 22 വയസ്സ് വലിയ കവിഞ്ഞ പ്രായമൊന്നും അല്ലല്ലോ. അത് കഴിയട്ടെ എന്ന്. അല്ല, അതിനു മുമ്പങ്ങ് നടന്നുന്നിരിക്കട്ടെ. ദോഷം കെട്ടുന്നവനാണെങ്കിലോ? ജയശങ്കർ നടുങ്ങിപ്പോയി. പെങ്ങൾ കൊച്ചു വിധവയാവൂലേ? ജയശങ്കറിന് നാവുണ്ടായിരുന്നില്ല. അക്കാര്യം നാളിതുവരെ ചിന്തിച്ചതേയില്ല. ജയസൂര്യൻ നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയപ്പോൾ കുറ്റപ്പെടുത്തി. പക്ഷെ വിവാഹം നടത്തി കഴിഞ്ഞ് ജയസൂര്യൻ മരിച്ചാലോ? ശ്രീകുട്ടി വിധവയാകില്ലേ? പിന്നെന്തിനൊരു വിവാഹം? ഇനിയൊരു വിവാഹം നടത്തിയാലും ഫലം മറ്റൊന്നാകാൻ വഴിയില്ല. ജാതകദോഷം മാംഗല്യം ചാർത്തുന്നവന് ഏറ്റാലോ? ജയശങ്കറിന് തല വേദനിച്ചു. പൊട്ടിപ്പിളരുന്ന വേദന, പൊട്ടിത്തെറിക്കാൻ പോകുന്ന അത്ര വിങ്ങൽ. എങ്ങനെയായാലും വിവാഹം നടത്തണോ? അതോ ആ ശ്രമം തൽക്കാലം ഉപേക്ഷിക്കണോ? അനുജത്തിയുടെ ഭാവി നോക്കണോ അതോ സ്വാർത്ഥനാകണോ? ജയശങ്കറിന് ചിന്തകൾ നിൽക്കാതായി. ഓർമ്മ തെറ്റുകൾ സംഭവിക്കുന്നു. ഭ്രാന്ത് പിടിച്ച അവസ്ഥ. ജയക്കുട്ടനും സ്ഥിതി മറിച്ചായിരുന്നില്ല. എന്തു ചെയ്യും? കടമാണെങ്കിൽ മൂക്കുമുട്ടയും. എന്നാലും എങ്ങനെയും ഒരുത്തൻ്റെ കൂടെ ശ്രീകുട്ടി ഇറക്കി വിടാമെന്ന് വെച്ചപ്പോൾ ഒന്നും നടക്കുന്നില്ല. ഡോക്ടറോ എഞ്ചിനീയറോ വേണ്ട. അതൊക്കെ ആഗ്രഹിക്കാൻ ഇന്ന് പാങ്ങില്ല. ഒരു സർക്കാർ ജോലിക്കാരനായാലും മതി. ജീവിക്കാൻ വഴിയുള്ള ആളാണെങ്കിൽ സർക്കാർ ജോലി എന്തിന്? ജോലി വേണമെന്നില്ല. അല്ല, ഒരു കൂലിപ്പണിക്കാരനായാലും മതിയായിരുന്നു. പക്ഷെ ശ്രീകുട്ടയുടെ കഥയറിഞ്ഞ് ആരും വരാൻ തയ്യാറാകുന്നില്ല. അതോടെ ജയക്കുട്ടൻ ഒന്ന് ഭയന്നു. ചിത്രയോടൊപ്പം ഒരു നല്ല ജീവിത സ്വപ്നം കാണുന്നുണ്ട് ജയക്കുട്ടൻ. വർഷങ്ങളായി അവൾ തനിക്കായി കാത്തിരിക്കുകയാണ് താനും. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ? ശ്രീകുട്ടിയുടെ വിവാഹം മുടങ്ങിപ്പോയതിൻ്റെ യഥാർത്ഥ കാരണം ജയക്കുട്ടൻ്റെ ഓഫീസിൽ ആർക്കും അറിയില്ല. തൽക്കാലം പണമില്ല, നീട്ടിവെച്ചു എന്ന് മാത്രമേ അറിയൂ. അതുകൊണ്ട് തന്നെ സത്യം എന്തെന്ന് ചിത്രയ്ക്ക് പോലും അറിയില്ല. അവളെങ്ങാനും അറിഞ്ഞാൽ ഇനിയും 2-3 വർഷം കാത്തിരിക്കാൻ പറയുന്നത് എങ്ങനെ? ശ്രീകുട്ടിക്ക് 22 തികയും വരെ. ജയക്കുട്ടന് തല പുകഞ്ഞു, വല്ലാതെ. അതിനിടയിലാണ് പത്രത്തിൽ വാർത്ത വന്നത്. നവദമ്പതികൾ സ്ഥലത്തില്ലായിരുന്ന തക്കം നോക്കി വീട് കയറി കൊള്ളയടിച്ച് ആഭരണവും പണവും കൈക്കലാക്കിയ തസ്കര സംഘത്തെ പിടികൂടിയെന്നു. പത്രത്തിൽ വാർത്ത വായിച്ചു കഴിഞ്ഞതും മുറ്റത്ത് ജീപ്പിന്റെ സ്വരം. രാവിലെ ആയതിനാൽ ജയക്കുട്ടനും ജയശങ്കറും സ്ഥലത്തുണ്ടായിരുന്നു. അവർ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും SI ശിവദാസ് സിറ്റൗട്ടിലെത്തിയിരുന്നു. സർ, ഇരിക്കൂ. ജയശങ്കർ SIയെ അകത്തേക്ക് ക്ഷണിച്ചു. മൂവരും ഇരുന്നു. പത്രം ശ്രദ്ധിച്ചിരിക്കുമല്ലോ അല്ലേ? SI ചോദിച്ചു. തസ്കര സംഘത്തിന്റെ കാര്യമാണോ സാർ ഉദ്ദേശിച്ചത്? ജയശങ്കർ ചോദിച്ചു. യെസ്, SI പറഞ്ഞു. മൂവർ സംഘമായിരുന്നു. പിടികിട്ടിയത് പക്ഷെ ഒരാളെ മാത്രം. SI തുടർന്നു. മെനഞ്ഞാന്ന് രാത്രിയിലാണ് സംഘം ആ വീട് ആക്രമിച്ചത്. ഒരാഴ്ചയായിട്ടുള്ളൂ അവിടെ വിവാഹം നടന്നിട്ട്. അമ്മയും മകനും പുത്തൻ ഭാര്യയും വേലക്കാരിയും മാത്രമുള്ള വീട്. എല്ലാവരും കൂടി ഏതോ ബന്ധുവീട്ടിൽ പോയതാണ്. പുത്തൻ പെണ്ണല്ലേ, കുറെ ആഭരണങ്ങൾ ദേഹത്തിട്ടുകൊണ്ടാണ് പോയത്. ബാക്കി ഷെൽഫിൽ വെച്ചിരുന്നു. 25,000 രൂപയും 50 പവന്റെ ആഭരണങ്ങളും കള്ളന്മാർക്ക് കിട്ടി. പട്ടി ഉണ്ടായിരുന്ന കാവലിന്.
അവനെ പക്ഷെ അവന്മാർ നേരത്തെ തട്ടിക്കളഞ്ഞു. രാവേറെ ചെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് കാറിന്റെ ശബ്ദം കേട്ടതും അകത്ത് കടന്നവർ പുറത്തിറങ്ങാൻ പരക്കം പാഞ്ഞു. കാറിന്റെ ഹോൺ നീട്ടിയടിച്ച് ഉടമസ്ഥൻ ആളെ കൂട്ടി വീട് വളഞ്ഞു. ഫോൺ ചെയ്തതനുസരിച്ച് പോലീസ് എത്തി. അങ്ങനെയാണ് അവർ കുടുക്കിയത്. ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന ജയശങ്കറും ജയക്കുട്ടനും SIയെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് വന്നതിന്റെ കാരണം ആ മൂവരിൽ ഒരാൾ ഇവിടെ നടന്ന കൊള്ളയിലും കൊലപാതകത്തിലും പങ്കെടുത്തിരുന്നു എന്നറിഞ്ഞതുകൊണ്ടാണ്. ജയശങ്കറും ജയക്കൂട്ടനും നടുങ്ങിപ്പോയി. എന്താ സാർ പറഞ്ഞത്? എൻ്റെ ഈശ്വര! അകത്ത് സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ശ്രീകുട്ടി തേങ്ങി പൊട്ടിപ്പോയി. അന്ന് ഇവിടെ എത്തിയത് 3 പേരായിരുന്നു. മോഷ്ടിച്ചെടുത്ത മുതൽ അവർ 3ആയി വീതിച്ചു. അതിലൊരാൾ മരിച്ചു പോയിരിക്കുന്നു. ഒരാൾ ബോംബെയിലോ കൽക്കട്ടയിലോ എവിടേക്കോ പോയി. അത്രേ അയാൾക്കറിയൂ. ശേഷിച്ചവൻ വീണ്ടും 2 പേരെ കൂട്ടുപിടിച്ച് പഴയ ജോലി തുടരുകയായിരുന്നു. ഭാഗ്യദോഷത്തിന് പിടിക്കപ്പെട്ടു. ചോദ്യം ചെയ്തപ്പോൾ ഇത്രയും വെളിവായതാണ്. അറിയിപ്പ് കിട്ടിയതനുസരിച്ച് ഞാനും പോയിരുന്നു. അയാളുടെ വീതത്തിൽ നിന്ന് കുറച്ചയാൾ വിറ്റ് തിന്നു. ഇനി ഒരു 20 പവന്റെ ആഭരണം അയാളുടെ കൈവശമുണ്ട്. അതിൽ നിന്ന് നിങ്ങളുടേതെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതായി വരും. എന്താ? ജയശങ്കർ സ്തംഭിച്ചിരിക്കുകയാണ്. ജയക്കുട്ടന് അച്ഛനും അമ്മയും നഷ്ടമായി. 85 പവൻ ആഭരണങ്ങളും. അതിൽ 20 പവൻ തിരിച്ചു കിട്ടുന്നു. എന്തിനു വേണ്ടി? നിങ്ങൾ ഇന്നോ നാളെയോ സൗകര്യം പോലെ ഇറങ്ങുക. SI എണീക്കാൻ ഭാവിച്ചു. സർ, പെട്ടെന്ന് ജയശങ്കർ പറഞ്ഞു. ഞങ്ങൾക്കത് വേണ്ട സാർ. വാട്ട്? SI അമ്പരന്നു പോയി. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം. ജയശങ്കർ പറഞ്ഞു. ഇതും ആ കണക്കിൽ തന്നെ കിടക്കട്ടെ. ഞങ്ങൾക്കത് വേണ്ട സാർ. SI തറഞ്ഞിരുന്നു പോയി. വാട്ട് നോൺസെൻസ്! SI ശോഭിച്ചു. നിങ്ങളുടെ 85 പവൻ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കേസുള്ളതാണ്. മുഴുവനില്ലെങ്കിലും തൊണ്ടി കുറച്ചെങ്കിലും കിട്ടിയപ്പോൾ നിങ്ങൾക്കത് വേണ്ട എന്നോ? എങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. ഒരു കാര്യം ചെയ്തു തന്നാൽ മതി. കേസ് പിൻവലിച്ചിരിക്കുന്നു എന്ന് എഴുതി തരണം. കേസ് പിൻവലിക്കാനോ? ജയശങ്കറിന്റെ കണ്ണ് നനഞ്ഞുപോയി. യെസ്, നിങ്ങളുടെ അച്ഛനും അമ്മയും കൊല്ലപ്പെട്ടതിലും ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതിലും നിങ്ങൾക്ക് പരാതിയില്ല എന്ന് SI ശിവദാസ് കർശനമായി പറഞ്ഞു. സർ, ജയശങ്കറിന് തൊണ്ടയിടറിപ്പോയി. ഞങ്ങളുടെ അച്ഛനെയും അമ്മയും കൊന്നതിൽ പരാതിയില്ലെന്നോ? ജയക്കുട്ടൻ ചോദിച്ചു. അങ്ങനെ എഴുതി തരാനോ? അതെ, നിങ്ങൾക്ക് ആഭരണം വേണ്ടെന്ന് വെക്കാനുള്ള വഴി അതാണ്. സർ, ജയക്കുട്ടൻ വിളിച്ചു. പിന്നെ പതിയെ പറഞ്ഞു. അവനെ കയ്യിൽ കിട്ടിയാൽ ഇടിച്ചു ചതച്ച് പിഴിയാനുള്ള വിഷമം ഉള്ളിലുണ്ട്. അവർ 3 പേരും കൂടി കുടുംബം തകർക്കുകയാണ് ചെയ്തത് സാർ. 2 പേരെ കൊന്നു, ശേഷിച്ചവരെ കൊല്ലാതെ കൊന്നു. എല്ലാം നഷ്ടപ്പെട്ടിട്ട് ശവശരീരങ്ങളെപ്പോലെ കഴിയുന്ന ഞങ്ങൾക്ക് 20 പവൻ എന്തിനാണ്? അത് ഓർത്തു പറഞ്ഞേ എന്നേ ഉള്ളൂ. വേണ്ടാഞ്ഞിട്ടല്ല. സാറിന് ഞങ്ങളുടെ മനസ്സ് മനസ്സിലാകില്ല. യെസ്, ഐ ക്യാൻ, SI പറഞ്ഞു. കാക്കി ധരിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഇത് അറിഞ്ഞ പാടെ ഓടി ഇവിടെ വന്നത്. ഞങ്ങൾക്കറിയാം സാർ, 20 പവൻ നിസ്സാരമല്ല. ഇതിലൊക്കെ നിങ്ങളുടെ പേരൻസിന്റെ വിയർപ്പിന്റെ വില മാത്രമല്ല ഉള്ളത്, രക്തത്തിന്റെ നിറവുമുണ്ട് സാർ. കാരണം 85 പവൻ ഉപേക്ഷിക്കാൻ നിങ്ങളുടെ പേരൻസ് തയ്യാറായിരുന്നെങ്കിൽ അവർക്ക് ജീവൻ തിരിച്ചു കിട്ടുമായിരുന്നു. ജയശങ്കർ മുഖമുയർത്തി. അതെ, ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞതാണവർ. ആഭരണങ്ങൾ കവർച്ച ചെയ്യുക എന്നത് മാത്രമേ അവരുടെ ലക്ഷ്യത്തിൽ പെട്ടിരുന്നുള്ളൂ. അവർ ലക്ഷ്യമിടുന്ന വീടുകളെക്കുറിച്ച് നന്നായി പഠിക്കും. രാത്രിയിൽ എന്നും 3 ആണുങ്ങളുള്ള അടച്ചുറപ്പുള്ള വീട്ടിലൊരു കവർച്ച ബുദ്ധിമുട്ടാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് പകൽ തെരഞ്ഞെടുത്തു. ആഭരണങ്ങൾ എത്ര പവനുണ്ടെന്നും അത് ലോക്കറിൽ വെച്ചിട്ടില്ലെന്നും അവർ കൃത്യമായി അറിഞ്ഞു. അന്ന് ഡ്രസ്സ് എടുക്കാൻ പേരൻസ് ഉൾപ്പെടെ നിങ്ങൾ പോകുമെന്നായിരുന്നു അവരുടെ അറിവ്. പക്ഷെ വരും മുമ്പേ അവർ അറിഞ്ഞു പേരൻസ് വീട്ടിലുണ്ടെന്നും. ആരുമില്ലാത്ത വീട് കള്ളത്താക്കോലിട്ട് തുറക്കാനും ആരെങ്കിലും ചോദിച്ചാൽ ജയസൂര്യന്റെ ഫ്രണ്ട്സ് ആണെന്ന് പറയാനും നിങ്ങൾ താക്കോൽ തന്നു പിന്നാലെ നിങ്ങളും വരുന്നുണ്ടെന്ന് പറയാനും ഒക്കെ ആയിരുന്നു പദ്ധതി. അതൊക്കെ പൊളിഞ്ഞു. എന്നാലും അവസരം വേറെ ഉണ്ടാകില്ല എന്നവർ തീർച്ചയാക്കി. ജയസൂര്യന്റെ ഫ്രണ്ട്സിനെ അതീവ താല്പര്യത്തോടെ നിങ്ങളുടെ പേരൻസ് സ്വീകരിച്ചു, സൽക്കരിച്ചു. ജയസൂര്യൻ ഉടനെ എത്തും എന്നാണ് അവർ പറഞ്ഞത്. SI തുടർന്നു. ഡ്രസ്സ് എടുക്കാൻ മക്കൾ പോയിരിക്കുകയാണ്. ആഭരണങ്ങൾ കഴിഞ്ഞ ദിവസം എടുത്തു എന്നൊക്കെ പേരൻസിനെ കൊണ്ടവർ പറയിപ്പിച്ചു. അപ്പോൾ ആഭരണങ്ങൾ കാണാൻ ഒരാൾക്ക് ആഗ്രഹം. ആഭരണങ്ങൾ ഷെൽഫിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു ഓരോന്നും നിങ്ങളുടെ പേരൻസ് അവരെ കാണിക്കുകയായിരുന്നു. കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയിട്ട് ആഭരണങ്ങളും കൊണ്ട് കടക്കാൻ അവർ ആവുന്നത്ര ശ്രമിച്ചു. പക്ഷെ നിങ്ങളുടെ അച്ഛനും അമ്മയും സമ്മതിച്ചില്ല. ആഭരണ പെട്ടിക്ക് പിടുത്തമിട്ടു. കയ്യിൽ കിട്ടിയത് കൊണ്ട് ഇരുവരും ആക്രമികളെ നേരിട്ടു. ആഭരണ പെട്ടി നെഞ്ചിൽ അടുക്കി പിടിച്ച് അയൽക്കാരെ കൂവി വിളിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ സ്വയരക്ഷ നോക്കി. കത്തിപ്രയോഗം ഇരുവർക്കിട്ടു.
സ്വന്തം ജീവനേക്കാൾ ഇരുവർക്കും പ്രാധാന്യമുണ്ടായിരുന്നു ആഭരണങ്ങളിൽ. അതിലാണ് 20 പവൻ. കൊച്ചു കുട്ടികളെപ്പോലെ കരയുകയാണ് ജയശങ്കറും ജയക്കുട്ടനും. ശ്രീകുട്ടി അടുക്കളയ്ക്കുള്ളിലേക്ക് ഓടിക്കയറി, കരച്ചിലാരും കേൾക്കാതിരിക്കാൻ. ഞങ്ങൾക്കത് വേണം സർ. ജയശങ്കർ കരച്ചിലടക്കി. ശരി, ആഭരണങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാമല്ലോ. ജയശങ്കർ ഒന്ന് പരുങ്ങി. ജയക്കുട്ടനും തീർച്ചയില്ല തിരിച്ചറിയാൻ പറ്റുമെന്നും. എന്നാലും ഏതാണ്ടൊരു ഊഹം ഉണ്ടായിരുന്നു താനും. ഇരുവരും പരസ്പരം നോക്കി. ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ സിസ്റ്ററിനെ തിരിച്ചറിയാൻ കഴിയുമായിരിക്കുമല്ലോ. ആ കുട്ടിയെ വിവരം അറിയിക്കും. നിങ്ങൾ അവിടെ ചെന്ന് ആ കുട്ടിയും കൂട്ടി സ്റ്റേഷനിലേക്ക് വന്നോളൂ. ഓ, അവൾ വിവാഹിതയായി പോയി കഴിഞ്ഞു എന്നാകും എസ്ഐയുടെ വിചാരം. അവൾ ഇവിടെ ഉണ്ട് സർ, ജയശങ്കർ പറഞ്ഞു. ഓഹോ, വന്നിട്ടുണ്ടോ? എന്നിട്ടെന്തേ ഒരു കപ്പ് ചായ ഇതുവരെ കിട്ടിയില്ലല്ലോ? എസ്ഐ ചിരിയോടെ ചോദിച്ചത് ചായക്കപ്പുകളുമായി ഒരു കൈ നീണ്ടു വന്നതും ഒപ്പമായിരുന്നു. കൈക്ക് പിന്നാലെ ആളും വാതിൽ വന്നു. ശ്രീകുട്ടി. എസ്ഐ അമ്പരന്നു പോയി. അശ്രദ്ധമായി ധരിച്ചിരിക്കുന്ന സ്കേർട്ടും ബ്ലൗസും, കണ്ണെഴുതാത്ത പൊട്ടുകുത്താത്ത മുഖം, ദുഃഖം ചാലിച്ചെടുത്ത ഭാവം, നനവ് പടർന്നിരിക്കുന്ന മിഴിയോരം. ഈ കുട്ടിയുടെ മാരേജ്? എസ്ഐയുടെ സ്വരത്തിൽ അപ്പോഴും അമ്പരപ്പ്. ചായ എടുത്ത് നൽകിയിട്ട് ശ്രീകുട്ടി അകത്തേക്ക് ധൃതിയിൽ കയറി. കഴിഞ്ഞില്ല സർ. ജയശങ്കർ നൊമ്പരം കടിച്ചിറക്കി. എന്തേ? ഓ, അച്ഛനും അമ്മയും മരിച്ചത് കൊണ്ടാകും അല്ലേ? അതല്ല സർ. പിന്നെ? പണം. ഓ, ആഭരണം നഷ്ടമായത് കൊണ്ടാകും അല്ലേ? ഇനിയും കുറെ ആഭരണങ്ങൾ വാങ്ങി വീട്ടിൽ സൂക്ഷിക്കാനുള്ള വിഡ്ഢിത്തം തോന്നുകയില്ലല്ലോ. ആഭരണം ഇല്ലാത്തതല്ല സർ കാരണം, ജയശങ്കർ പറഞ്ഞു. ആ പയ്യനും വീട്ടുകാരും തീരുമാനിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറിക്കളഞ്ഞു. വാട്ട്? അവരുടെ കുറ്റമല്ല സർ. ആരായാലും അങ്ങനെ ചിന്തിക്കൂ. ജീവൻ എല്ലാവർക്കും വലുതല്ലേ? ജീവൻ? അതെ സർ. ജയശങ്കർ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞു. പുഞ്ചിരിയോടെ എസ്ഐ ചോദിച്ചു, ഈ ജ്യോത്സ്യത്തിലും ജാതകത്തിലുമൊക്കെ സത്യങ്ങളുണ്ടോ? ചിലപ്പോൾ തോന്നും ഉണ്ടെന്ന്, ചിലപ്പോൾ തോന്നും ഇല്ലെന്ന്. മനുഷ്യന്റെ സാഹചര്യങ്ങളാണ് അവനെ വിശ്വാസിയാക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ വിശ്വസിക്കാതിരിക്കാൻ വയ്യ. ശരി ശരി. അപ്പോൾ ജീവനിൽ പേടിച്ചാണ് നിങ്ങളും ദിവസങ്ങൾ തള്ളി നീക്കുന്നത് അല്ലേ? എസ്ഐ ചിരിച്ചു. ഇരുവരും മിണ്ടിയില്ല. ഓക്കെ, ഞാൻ പോകുന്നു. ഞങ്ങൾ വന്നേക്കാം സാർ, ഉടനെ എത്താം, ജയശങ്കർ സമ്മതിച്ചു. എസ്ഐ ജീപ്പിനുള്ളിലേക്ക് കയറി. ആ ജീപ്പ് പാഞ്ഞുപോയി. ജയശങ്കർ അകത്തേക്ക് ചെന്നു. ശ്രീകുട്ടി, എസ്ഐ പറഞ്ഞത് കേട്ടല്ലോ. പോകണം, ഒരുങ്ങിക്കോ. ഞാൻ വരണോ വല്യേട്ടാ? ശ്രീകുട്ടി വിതുമ്പി. വരണം. എനിക്ക് അതൊന്നും തിരിച്ചറിയാൻ പറ്റില്ലെന്ന് അറിയത്തില്ലേ ശ്രീകുട്ടി? ജയശങ്കർ അകത്തേക്ക് പോയി. ശ്രീകുട്ടി അവർക്കുള്ള കാപ്പി തയ്യാറാക്കിയത് നൽകി. പെട്ടെന്ന് കുളിച്ചു, ഡ്രസ്സ് ധരിച്ചു. എന്നും അവൾ കഴുത്തിൽ ധരിച്ചിരുന്ന 2 പവന്റെ മാലയും ചെറിയ ജിമിക്കയും 2 വളകളും അതിപ്പോഴുമുണ്ട്. ഹാഫ് സാരിയും പാവാടയും ബ്ലൗസുമായിരുന്നു വേഷം. ജയശങ്കറിന്റെ ബൈക്കിന് പിന്നിൽ അവൾ ഇരുന്നു. ജയക്കുട്ടനും തൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. 20 പവൻ. ജയശങ്കറിന് ഒരുപാട് ആശ്വാസമാണ് ഉണ്ടായത്. അത്രയും പവൻ കിട്ടിയാൽ രക്ഷപ്പെട്ടു. ശ്രീകുട്ടിക്കൊരു വിവാഹാലോചന വന്ന ധൈര്യമായി നേരിടാം. ഡോക്ടർ വേണ്ട, ആരായാലും മതി. 20 പവൻ സ്വർണത്തിന് കിട്ടുന്ന ചെറുക്കൻ. പോരെങ്കിൽ ഈ ബൈക്ക് വിൽക്കാം. ഇത്തിരി കൈവായ്പ ചോദിച്ചാലും ആരെങ്കിലുമൊക്കെ കൂടി തരും. ജയശങ്കറിന് ആകെ ഉന്മേഷം തൂങ്ങി. ഒരു വഴി തുറന്നു കിട്ടിയ പ്രതീതി. പോലീസ് സ്റ്റേഷനിൽ അവർ എത്തി. എസ്ഐ ശിവദാസ് സ്ഥലത്തുണ്ടായിരുന്നു. ആഭരണങ്ങൾ കെട്ടിവെച്ചിരുന്ന പൊതിയഴിച്ച് മേശമേൽ നിരത്തി. അത് കണ്ടതോടെ ശ്രീകുട്ടി വിതുമ്പി പൊട്ടി. എസ്ഐ അവളെ ശ്രദ്ധിക്കുകയായിരുന്നു. അശ്രദ്ധമായി ധരിച്ച വേഷം, കുളി കഴിഞ്ഞ് വെറുതെ ചീകി തുമ്പ് കെട്ടിയിട്ടിരിക്കുന്ന മുടി, നീണ്ട് തെല്ല് ഒടിവാർന്ന മുടി, കണ്ണെഴുതിയിട്ടില്ല, പൗഡർ പൂശിയിട്ടില്ല, നനവാർന്ന കണ്ണുകൾ, വിറയാർന്ന അധരങ്ങൾ. എന്നിട്ടും എന്തൊരു ചേതോഹാരമാർന്ന രൂപം, അഴകുള്ള മുഖം. നിങ്ങളുടേത് ഏതെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുവെങ്കിൽ അത് മാറ്റിവെച്ചോളൂ, എസ്ഐ ശ്രീകുട്ടിയോട് പറഞ്ഞു. ശ്രീകുട്ടി ഓർക്കാൻ ശ്രമിച്ചു. അമ്മ, അച്ഛൻ, താൻ, വല്യേട്ടൻ, കുഞ്ഞേട്ടൻ എല്ലാവരും കൂടി സ്വർണ്ണക്കടയിൽ നിന്നത്, സെലക്ട് ചെയ്തത്, പരസ്പര അഭിപ്രായം പറഞ്ഞത്, അമ്മ തൻ്റെ കഴുത്തിലിട്ട് ഇണക്കം നോക്കിയത്, ഇതാ നല്ലത്, ഇതാ നല്ലത് എന്ന് ഓരോരുത്തരും അഭിപ്രായം പറഞ്ഞത്. വീട്ടിൽ വന്നതും അച്ഛൻ പറഞ്ഞു, ശ്രീകുട്ടി ഇതൊക്കെ നീ ഇട്ടൊന്ന് വന്നേ, അച്ഛനൊന്ന് കാണട്ടെ. ഇപ്പോഴോ? തനിക്ക് ലജ്ജയായി. ഇപ്പോഴായാലെന്താ, അമ്മ പറഞ്ഞു. ഒക്കെ ഒന്നിട്ട് കാണാൻ അച്ഛന് കൊതിയായി, അതല്ലേ? ഒന്നിട്ട് വാടി വേണേ, ഞങ്ങളും കാണട്ടെ. ഒരു ഡോക്ടർക്ക് ചേരുന്ന പെണ്ണായോ അതോ ഇനിയും സ്വർണം വേണോ എന്നൊന്ന് നോക്കട്ടെ, കുഞ്ഞേട്ടൻ പറഞ്ഞു. ഡോക്ടർ സ്വർണത്തെയാണോ താലി കെട്ടുന്നത്? താൻ മുഖം വീർപ്പിച്ചു. അയ്യടാ, ഇപ്പോഴാ ചന്തം.
വല്യേട്ടൻ കളിയാക്കി. അമ്മ എല്ലാ ആഭരണങ്ങളും തന്നെ ധരിപ്പിച്ചു. മാലകൾ, പെൻഡൻ, നെക്ലസ്, സ്റ്റെപ്പ് ചെയിൻ, പാലക്കാമാലയും ഡിസ്കോ ചെയിനും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ. 24 വളകൾ, 3 പവന്റെ ബ്രേസ്ലെറ്റ്. ഓർമ്മയുണ്ട്, എല്ലാം ഓർമ്മയുണ്ട്. അന്ന് ആഭരണങ്ങളെല്ലാം ധരിച്ചു. അച്ഛനും അമ്മയും കൊതി തീർത്തു. തനിക്ക് അവയെല്ലാം ധരിക്കാനും തങ്ങൾക്ക് കാണുവാനും പിന്നീട് അവസരം ഉണ്ടാകില്ലെന്ന് അച്ഛനും അമ്മയ്ക്കും അറിയാമായിരുന്നോ? ശ്രീകുട്ടി കരഞ്ഞു. ഹേയ്, കരയണ്ട. വിറയാർന്ന കരതലത്തോടെ ശ്രീകുട്ടി ആ ആഭരണ പൊതിയിലേക്ക് കൈ നീട്ടി. വളകളൊന്നും അതിലില്ല. ബ്രേസ്ലെറ്റ് അവൾ തിരിച്ചറിഞ്ഞു. പിന്നെ ഇറക്കമുള്ള മാല, ഒരു നെക്ലസ്, അത്രയുമേ തിരിച്ചറിയാൻ കഴിഞ്ഞുള്ളൂ. അതോടെ അവളാകെ തളർന്നുപോയി. ജയക്കുട്ടൻ അവളെയും കൊണ്ട് പുറത്തേക്കിറങ്ങി. ശ്രീകുട്ടി മാറ്റിവെച്ച ആഭരണങ്ങളുടെ റിപ്പോർട്ടുകൾ കോൺസ്റ്റബിൾ തയ്യാറാക്കി. ഫോർമാലിറ്റീസ് കഴിഞ്ഞവ ജയശങ്കറിനെ ഏൽപ്പിച്ചു. അവൻ പോകും മുമ്പ് SI ചോദിച്ചു, ആ ഡോക്ടർ പയ്യൻ ശ്രീകുട്ടിക്ക് 22 വയസ്സ് കഴിയാൻ കാത്തിരിക്കുകയാണോ? അറിയില്ല സർ. ആൾ മാരീഡായോ? അറിയില്ല സർ, അന്വേഷിച്ചിട്ടില്ല ഞങ്ങൾ. പിന്നെ ഓ. ജയശങ്കർ ഇറങ്ങി. അവർ പോകുന്നത് കാണാനെന്നോണം SI ശിവദാസ് വാതിക്കലേക്ക് എണീറ്റ് വന്നു. അദ്ദേഹത്തിൻ്റെ തിളക്കമുള്ള കണ്ണുകൾക്ക് മുൻപിൽ ശ്രീകുട്ടിയുടെ നനഞ്ഞ മിഴികളും ദുഃഖവും ഖനീഫവിച്ച മുഖവും നിറഞ്ഞു നിന്നു. ഗേറ്റ് കടന്ന ബൈക്ക് രണ്ടും മറയുന്നത് വരെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അവരെ പിന്തുടരുകയായിരുന്നു. എത്ര വൈകിയാലും സരളാദേവി മകൻ വന്നു കഴിഞ്ഞേ കിടക്കൂ. അതുവരെ എന്തെങ്കിലും വായിച്ചുകൊണ്ട് കിടക്കും. വെള്ളെഴുത്തുണ്ട്. അതിനുള്ള കണ്ണട മകൻ തന്നെ വാങ്ങിക്കൊടുത്തിട്ടുമുണ്ട്. വായന അമ്മയ്ക്കൊരു ശീലമാണെന്ന് മകനറിയാം. പകലൊക്കെ അതും ഇതും വായിക്കും. രാത്രിയായാൽ രാമായണവും ഭാഗവതവും ഭഗവത്ഗീതയും ഒക്കെയാവും വായന. സന്ധ്യയ്ക്ക് നാമം ചൊല്ലുന്ന ചടങ്ങ് തന്നെ ഒരുപാട് നീണ്ടതാണ്. കൂടെ നിൽക്കുന്ന ജോലിക്കാരി അമ്മിണിയും കൂടും ഒപ്പം. ഇരുവരും ഏതാണ്ട് ഒരേ പ്രായക്കാർ. ഇരുവരും വിധവകൾ. ഒരുപാട് സങ്കടങ്ങൾ ഈശ്വരനോട് പറയാനുണ്ട്. അതിനൊരുപാട് നേരം വേണം. നാമം ചൊല്ലാൻ ഒരാൾക്ക് കൂട്ടാണ് അപര. സന്ധ്യാനാമം കഴിഞ്ഞിട്ടാണ് പുരാണ പാരായണം. അതിനുണ്ട് അമ്മിണി കൂട്ട്. ചിലപ്പോൾ സരളാദേവി വായിക്കും, അമ്മിണി കേൾക്കും. ചിലപ്പോൾ തിരിച്ചാകും. ആര് വായിച്ചാലും വിഷയവുമായി ബന്ധപ്പെട്ട് അർത്ഥം പറച്ചിലും അഭിപ്രായം പറച്ചിലും അതിനെ സമകാലീന പ്രശ്നങ്ങളുമായി കൂട്ടിക്കഴിക്കലും ഒക്കെയുണ്ട്. വീണ്ടും വായന തുടങ്ങും. വായന നീളുന്നതിനിടയിൽ എപ്പോഴെങ്കിലും മകൻ കടന്നു വരും. അതോടെ സരളാദേവി പുസ്തകം മടക്കും. SI ശിവദാസിനും അതറിയാം. തൻ്റെ വരവിനായുള്ള കാത്തിരിപ്പാണ് അമ്മയുടെ പുരാണ പാരായണമെന്നും. പതിവ് പോലെ ശിവദാസ് അന്ന് ചെല്ലുമ്പോഴും വായനയാണ്. അന്ന് ഊഴം അമ്മിണിക്കാണ്. സമുദ്രം ചാടി ലങ്കയിലെത്താനുള്ള കുതിപ്പിനിടയിൽ ഹനുമാൻ വായും പിളർന്നു നിൽക്കുന്ന സുരസയ്ക്ക് മുന്നിലെത്തിയപ്പോൾ അമ്മിണി കേട്ടു ബൈക്കിൻ്റെ ശബ്ദം. സാറ് വരുന്നുണ്ട്. ആ, നീ പുസ്തകം അടക്കി വെച്ചിട്ട് പെട്ടെന്ന് ചായ എടുക്ക്. സരളാദേവി എണീറ്റു. മകനെ പോലെ തന്നെ ഭർത്താവും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. SI ആയി റിട്ടയർഡ് ചെയ്തു. റിട്ടയർ ആയതിൻ്റെ 2ാം വർഷം മരിച്ചു. കിഡ്നി ഫെയിലിയർ. അതോടെ എല്ലാം മകൻ എന്ന ഒറ്റ വാക്കിൽ നിറഞ്ഞു നിന്നു ആ അമ്മയ്ക്ക്. റിട്ടയർ ആയപ്പോൾ SI ആയ അച്ഛനെ പോലെയല്ല മകൻ. അവൻ കയറിയതേ SI ആയിട്ട് തന്നെയാണ്. പ്രായം 30 കടന്നു. ഇനി പെണ്ണ് കെട്ടിക്കണം. അമ്മയ്ക്ക് അതിപ്പോൾ ഒരു പല്ലവി തന്നെ ആയി തീർന്നിരിക്കുന്നു എന്ന് മകനും അറിയാം. ഡ്രസ്സ് മാറ്റി കൈലി എടുത്തു വന്ന ശിവദാസിന് മുമ്പിൽ ചായക്കപ്പ് നീട്ടി സരളാദേവി നിന്നു. ആവി പറക്കുന്ന ചായ തന്നെ വേണം മകന്. അമ്മയ്ക്കതറിയാം. അങ്ങനെ കൊടുക്കൂ താനും. ഇന്ന് നീ പതിവിലും താമസിച്ചോടാ ചെറുക്കാം? ശിവദാസിൻ്റെ അടുത്തിരുന്ന് അമ്മ ചോദിച്ചു. ഒന്നാമത് എനിക്ക് പ്രായം ഇത്രയായി. രണ്ടാമത് പ്രഷറും ഒക്കെ ഉണ്ടെന്ന് നിനക്കറിയാമല്ലോ. ഒരാവശ്യം വന്നാൽ ആരുണ്ടടാ സഹായത്തിന്? അമ്മിണി ചേട്ടത്തി പിന്നെന്തിനാ? ശിവദാസ് തുറന്നു ചിരിച്ചു. അമ്മിണി മുഴുവനും വേണ്ടല്ലോ കാര്യത്തിന്. നിനക്കൊന്നിൻ്റെയും ഗൗരവം അറിയത്തില്ലടാ. SI ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വല്ല വിവരമുണ്ടോ നിനക്ക്? നിന്നെ ആരാ SI ആക്കിയത്? ആഹാ ആഹാ. ശിവദാസ് ഉറക്കെ തന്നെ ചിരിച്ചു. വിവരമില്ലാത്ത ആരോ ചെയ്ത കടുങ്കൈ. അതാണ് ഞാൻ SI ആയത്. ശിവദാസ് ചിരിയോടെ പറഞ്ഞു. അമ്മയുടെ ഈ മുഖവര മറ്റെന്തിനോ ആണല്ലോ. തന്നെടാ, കാര്യം വേറെ തന്നെ. എൻ്റെ കണ്ണടയുന്നത് എന്നാണെന്ന് ആർക്കറിയാം. ഈ ഇടയായി തലകറക്കവും ഓർമ്മയില്ലായ്മയും ഒക്കെ ലേശം കൂടുതലാണ്. എൻ്റെ കണ്ണടയതിനു മുമ്പ് ഇവിടെ ഒരു പെണ്ണ് വന്നാൽ കൊള്ളാമെന്നുണ്ട്. നടക്കുമോ എന്നറിയാൻ തന്നെയാ ഞാൻ നിന്റെ അടുത്തിരിക്കുന്നത് ഇപ്പോൾ. പെട്ടെന്ന് ശിവദാസിൻ്റെ കൺമുമ്പിൽ ആ മുഖം എത്തി നിന്നു. നനവാർന്ന മിഴിയോരങ്ങൾ, വിറയാർന്ന അതരങ്ങൾ. ശ്രീകുട്ടി, കരിനീല മിഴികൾ, ചുവന്ന അതരങ്ങൾ. എത്ര ചേതോഹരമാണ് ആ മുഖം. തുമ്പപ്പൂവിൻ്റെ പരിശുദ്ധി,
ശാലീനത, അവൾക്ക് ശാപമുണ്ടെന്ന് ജാതകദോഷം. എന്ത് ദോഷം? ഇതൊക്കെ സത്യമാണോ? ജ്യോത്സ്യന്മാരുടെ വയറ്റിപ്പിഴപ്പ് തന്നെയല്ലേ എല്ലാം? എന്താടാ മിണ്ടാട്ടം മുട്ടിയത്? നിനക്കെല്ലാം തമാശയാ, എപ്പോഴും ചിരിയാ. ഒരു ദിവസം എൻ്റെ കണ്ണടയും, അപ്പോ നീ പഠിക്കുന്നീ. സരളാദേവി വല്ലാതെ പരിഭവിച്ചു. അമ്മേ, ആലോചനയോടെ ശിവദാസ് പതിയെ വിളിച്ചു. ജാതകത്തിൽ എഴുതുന്നൊക്കെ ശരിയാണോ അമ്മേ? കൊച്ചുകുട്ടിയുടെ ഭാവത്തോടെ ചോദിച്ചു. എന്താ സംശയം? ഓ, അതൊക്കെ ജ്യോത്സ്യന്മാരുടെ വയറ്റിപ്പിഴപ്പിനായിട്ട് എഴുതുന്നല്ലേ അമ്മേ? കമലാ ഗോവിന്ദൻ്റെ തുമ്പപ്പൂവ് എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്